കുഞ്ഞിക്കാമ്പും ചെറുപയറൂടി ഇട്ട ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇതിനെ വറവിടുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. വറവിടാൻ എല്ലാവരും ചെറിയ ഉള്ളിയാട്ടോ ഉപയോഗിക്കുക. ഞാനിവിടെ അങ്ങനെ ചെറിയ ഉള്ളി മേടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞതിന് ശേഷം വലിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. ചട്ടിയിലേക്ക് തന്നെ മുറിച്ചിടുന്ന കേട്ടോ, ഒരു എളുപ്പത്തിന്. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. ഒക്കെ കുക്കിംഗ് വെളിച്ചെണ്ണ ഇതിലില്ല കേട്ടോ. നന്നായിട്ട് ചുവന്ന് വരണം. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും അല്ല 2 പച്ചമുളകും മുളകും കറിവേപ്പിലയും ഇട്ടിട്ട് മുളക് ഓൾറെഡി ചോറാട്ടോ. മുളക് ഓൾറെഡി അതിൽ 2-3 ഇട്ടത് കൊണ്ട് കുറച്ചൊന്നും ഇടുന്നതല്ല. ഇതിന് എന്ത് മുളക് വേണമെങ്കിൽ ഈ വറവുമ്മലാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവനും ഉള്ളത് കേട്ടോ. ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പൊതുവേ അത് മേടിക്കാറില്ല. പക്ഷെ നേരെ മറിച്ച് ഉമ്മാക്കൊക്കെ എന്തൊരു സാധനം വറവിടണമെങ്കിലും ഈ ചെറിയുള്ളി നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വലിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്യുക. അതിൽ രണ്ടിനും 2 ടേസ്റ്റാണ്. എൻ്റെ കുഞ്ഞിച്ചട്ടി എങ്ങനെയുണ്ട്? ഇത് മാത്രമല്ല കേട്ടോ, ഇതിനെക്കാട്ടി കുഞ്ഞിച്ചട്ടിയുണ്ട്, കുഞ്ഞുണ്ട്. അതിൽ നിന്നിട്ട് മോള് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവക്ക് മാത്രം കറി വയ്ക്കുമായിരുന്നു. അവൾക്ക് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവൾക്ക് മാത്രം വെച്ചിട്ട് ഇത്തിരി തേങ്ങ അരച്ചിട്ടിട്ട് നല്ല രസമായി കാണാൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഉള്ളി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇടാം. അപ്പം നമ്മുടെ വറവ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചോപ്പ് മതി കേട്ടോ. ഇനിയും ചോക്കാൻ നിന്നാൽ ഉള്ളി കരിഞ്ഞു. കൈപ്പള്ളി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിക്കാമ്പും ചെറുപയറും തമ്മിലുള്ള സ്പെഷ്യൽ ഉപ്പേരി. ഭയങ്കര വിറ്റാമിനാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ശോധനൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർക്കുണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമല്ലോ. വയറ് സംബന്ധമായിട്ടുള്ളൊരു വിധ അസുഖങ്ങളൊക്കെ ഇരുന്ന് നമ്മൾ മാറി കിട്ടും. കാരണം കുഞ്ഞിക്കാമ്പ് ഞാൻ പറഞ്ഞല്ലോ അത്രയും ഒരു മെഡിസിനാണ്. അപ്പോൾ ഇതേ ഉള്ളൂ. ഇനി ഞാൻ ചോറ് ഉണ്ണട്ടെ, പിന്നെ കാണിച്ചു തരാം കേട്ടോ. ടാറ്റാ.